അഭിരാമം ഇപ്പം പൊതുവിടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീപക്ഷ നോവലാണ്. സ്ത്രീപക്ഷ എഴുത്താണെങ്കിൽ കൂടി ഞാനൊരു സ്ത്രീപക്ഷ നോവലായിട്ട് ഇറക്കിയ നോവല. മനുഷ്യൻ്റെ കഥ പറയണം, ഒരു മനുഷ്യൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ച് എഴുതണമെങ്കിൽ കൂടി ഒരു സ്ത്രീ എന്നൊരു മനുഷ്യൻ എന്നൊരു നിലയിലാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. വിവാഹമോചന പെറ്റീഷനിൽ ഒപ്പിടാൻ നേരം വക്കീൽ ചോദിച്ചു, മദ്യപാനം സ്ഥിരമില്ല, പരസ്ത്രീ ബന്ധം അറിയില്ല, ഗാർഹിക പീഡനം ഇല്ല, പിന്നെ എന്താണ് കാര്യം? ആത്മാവിനെ കൊന്നു, അതിന് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മാഡം. എങ്ങനെ ഇത്ര തീവ്രമായി ഒരു പെണ്ണിനെ ഇങ്ങനെ ഡെപ്തിൽ അറിയാനും അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ എഴുതി വയ്ക്കാൻ സാധിച്ചു? എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ വീട്ടിൽ ആരായിരുന്നു എന്നുള്ള തോന്നലാണ്. ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയിലാണ്. പിന്നെ എൻ്റെ സ്കൂളിടങ്ങളിൽ, എൻ്റെ പഠനയിടങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീകളുണ്ട്, എൻ്റെ പ്രണയിനികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം സാംശീകരിച്ച കുറേയധികം എലമെന്റുകൾ ചേർന്നാണ് ഭദ്ര എന്നൊരു കഥാപാത്രം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു പെണ്ണിനേക്കാൾ ഉപരി ഒരാണിനാണ് ഏറ്റവും കൂടുതൽ പെണ്ണിനെ എഴുതാൻ അല്ലെങ്കിൽ തുറന്നു കാണിക്കാൻ സാധിച്ചത് എന്നുള്ളത്. ഇപ്പം മൂഡ് സിൻസ് എന്നൊക്കെ പറഞ്ഞ് പല വേർഡുകൾ തന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ട സ്ത്രീകൾക്കൊന്നും അങ്ങനെ ഒരു ഒന്ന് പുറത്തിറങ്ങി പോകാൻ അവരുടേതായിട്ടുള്ളൊരു സങ്കടത്തെയോ അല്ലെങ്കിൽ വിഷമത്തെയോ ഫ്രസ്ട്രേഷനെ പോലും തീർക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ മറ്റെന്തിനൊക്കെയോ വേണ്ടി സഫർ ചെയ്യുകയും അവർ അതിലേക്ക് മാത്രമായി ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നു. ഫ്രീഡം കൊടുക്കുമോ? എനിക്ക് പലപ്പോഴും ചിരി വരുന്നൊരു വാക്കാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്താണ് വളരെ. ആ വാക്ക് തന്നെ ഏറ്റവും വലിയ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കാണ്. ഞാൻ ഫ്രീഡം കൊടുക്കുന്നു. നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീഡം കൊടുക്കുക അതല്ല, വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര പെൺകുട്ടികൾ. പഴയതുപോലെയല്ല, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കൂടുതലും പുസ്തകങ്ങളും വായനകളും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലും ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കുണ്ട്. അവിരാമം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വിഷ്ണു അഞ്ചൽ എന്നാണ് ആ എഴുത്തുകാരന്റെ പേര്. അപ്പോൾ വിഷ്ണു ആണ് ഇന്നത്തെ എൻ്റെ അതിഥി. സ്വാഗതം വിഷ്ണു. അവിരാമം ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ, സോഷ്യൽ ഇടങ്ങളിലൊക്കെ അവിരാമം ചർച്ച ചെയ്യപ്പെടുന്നു, ആളുകൾ വായിക്കുന്നു. അതിലെ ഓരോ വാക്കുകളും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. വോയിസ് ഓവർ ആയിട്ട് പലരും അത് പിന്നെയും എഴുതുകയാണ്, നല്ല ഹാൻഡ് റൈറ്റുകളിൽ അതിൽ ചില വേർഡ്സ് ഒക്കെ എഴുതുന്നു. വിഷ്ണുവിൻ്റെ ഒരു അവിരാമം ജേണി എങ്ങനെയാണ്? അവിരാമം ഇപ്പോൾ ഇറങ്ങിയിട്ട് 7-8 മാസം ആവുന്നുള്ളൂ. മാൻഗൈൻഡ് എന്ന് പറയുന്ന കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട പ്രസാധകരാണ് ആ ബുക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു നോവലിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു അവിരാമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നോവൽ ഒരു പുരുഷൻ്റെ ചില വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു വരുന്ന നോവലായിരുന്നു. അപ്പോൾ ആ കഥാപാത്രവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എന്നെ വേട്ടയിടാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. എനിക്ക് എഴുതാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ആ നോവൽ എഴുതി കംപ്ലീറ്റ് ചെയ്ത പക്ഷേ ഞാൻ തന്നെ വേറൊരു അവസ്ഥയിലേക്ക് അത് ട്രാവൽ ചെയ്യുന്നൊരു പേടി എന്നിലുണ്ടായി. ആ സമയത്ത് അത് പുരുഷനെക്കുറിച്ചാണെങ്കിൽ എന്തുകൊണ്ട് നേരെ എതിർവശത്തുള്ള ജെൻഡറിനെ കുറിച്ച് എഴുതിക്കൂടാ എന്നൊരു തോന്നലുണ്ടാവുകയും ആ എഴുത്തിലൂടെ ചിലപ്പോൾ ഈ ഒരു വൈകാരികത ബാലൻസ്ഡ് ആവുന്നൊരു ഒരു ചിന്ത ആ സമയത്തങ്ങ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടൊരു 4.5 മാസത്തെ സമയം എടുത്തുകൊണ്ട് എഴുതിയ നോവലാണ് അവിരാമം എന്ന് പറയുന്നത്. അവിരാമം ഇപ്പം പൊതുവിടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീപക്ഷ നോവലാണ്. സ്ത്രീപക്ഷ എഴുത്താണെങ്കിൽ കൂടി ഞാനൊരു സ്ത്രീപക്ഷ നോവലായിട്ട് ഇറക്കിയ നോവല. മനുഷ്യൻ്റെ കഥ പറയണം, ഒരു മനുഷ്യൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ച് എഴുതണമെങ്കിൽ കൂടി ഒരു സ്ത്രീ എന്നൊരു മനുഷ്യൻ എന്നൊരു നിലയിലാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. പക്ഷേ വായനക്കാരത് പല രീതിയിൽ, പല ആംഗിളിൽ എടുത്ത്, ഒരു പ്രണയ നോവലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, സ്ത്രീപക്ഷ എഴുത്തായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, വിമോചനത്തിൽ എഴുത്തായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വായനക്കാരൻ്റെ വിശാലമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആദ്യം എഴുതിക്കൊണ്ടിരുന്ന നോവലിനെ മറികടക്കുക എന്നുള്ളൊരു ഭാരിച്ച പ്രവർത്തനം, അങ്ങനൊരു പ്രക്രിയ എന്നിൽ ഉണ്ടാവണം എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഷോർട്ട് ടൈം പീരീഡിനകത്ത് എഴുതിയൊരു നോവലാണ് ഇപ്പം നിതുവിൻ്റെ കയ്യിരിക്കുന്ന ഈ പറയുന്ന അവിരാമം. ഇതാണ് അവിരാമം. ഇതാണ് വിഷ്ണുവിൻ്റെ അവിരാമം. ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയകളിൽ അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വലിയ സ്ത്രീപക്ഷ എഴുത്തുകാരുണ്ട്, എഴുത്തുകാരികളും ഉണ്ട്, എഴുത്തുകാരന്മാരും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വിഷ്ണുവിൻ്റെ ഒരു എൻട്രി. വിഷ്ണു ഈ പറഞ്ഞതുപോലെ വിഷ്ണു ഇത് ഒരു സ്ത്രീപക്ഷ എഴുത്ത് എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല അവിരാമം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ചതും എഴുതിയതും ഒന്നും. പക്ഷെ അവിരാമം ഇപ്പം അങ്ങനെയാണ്. അതൊരു സ്ത്രീയെ എവിടെയൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ എന്തൊക്കെയോ വേദനകളും ആ ഒരു പെയിൻഫുൾ ജേണിയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബുക്കായിട്ട് അവിരാമം മാറിക്കഴിഞ്ഞു. പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയത്, ഒരു പെണ്ണിനേക്കാൾ ഉപരി ഒരാണിനാണ് ഏറ്റവും കൂടുതൽ പെണ്ണിനെ എഴുതാൻ അല്ലെങ്കിൽ തുറന്നു കാണിക്കാൻ
സാധിച്ചത് എന്നുള്ളത്. വിഷ്ണുവിൻ്റെ ആ എഴുത്തിലൂടെ എനിക്കത് ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിന് ഒരു വലിയൊരു പ്രായമോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല, ഒരു ചെറിയൊരു യൗവനത്തിലാണ്. അപ്പം ഈ ഒരു ചെറിയൊരു പ്രായത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇത്ര തീവ്രമായി ഒരു പെണ്ണിനെ ഇങ്ങനെ ഡെപ്തിൽ അറിയാനും അതിങ്ങനെ എങ്ങനെ എഴുതി വയ്ക്കാൻ സാധിച്ചു? നീ ഇത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തൊട്ട് തന്നെ തുടങ്ങാം. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായി എഴുതുവാനും വർണ്ണിക്കുവാനും അതിനെ പരിപാലിക്കാനൊക്കെ ഏറ്റവും ഒരു ആണിൻ്റെ ആവശ്യമുണ്ട്. ആണിന് മാത്രമേ സാധിക്കൂ. നേരെ തിരിച്ചു അങ്ങനെയാണ്. ഒരു ആണിനെ ഏറ്റവും സൗന്ദര്യമുള്ളവനായിട്ടും അല്ലെങ്കിൽ ഒരു നിലപാടുള്ളവനായിട്ടൊക്കെ മാറ്റാൻ ഒരു സ്ത്രീയുടെ പ്രസൻസും വളരെ ആവശ്യമാണ്. അപ്പോൾ ഈക്വലായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പ്രായം, എനിക്ക് പ്രായം 35 35 വയസ്സാണ് എൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഈ 35 വയസ്സ് പ്രായത്തിനിടയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീയെ, ഇപ്പം പല വായനക്കാരോട് ചോദിക്കുന്നത് ഒരു സ്ത്രീയെ എങ്ങനെയാണ്, അത് കൂടുതലും സ്ത്രീ വായനക്കാരാണ് പറയുന്നത്, സ്ത്രീയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ സ്ത്രീയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു പഠന വിഷയമായ ഒരു സ്ത്രീയെ എടുത്തു വെച്ച് ഒരു പെൺകുട്ടി എടുത്തു വെച്ച് ആ കുട്ടിയുടെ മാനസിക നിലവാരങ്ങൾ, മാനസിക നില അളന്ന് അല്ല ഒരു നോവലിന് ഫിക്ഷൻ്റെ ഒരു വിശാലമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നമുക്കൊരു വ്യക്തിയെ എടുക്കാം, അനവധി വ്യക്തികളെ എടുത്തിട്ടാണ് നമ്മളൊരു കഥാപാത്രം മേക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഒരു അനവധി വ്യക്തികളെ റെഫറൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ കഥാപാത്രം മേക്ക് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട ആദ്യ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ സഹോദരനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ വീട്ടിൽ ആരായിരുന്നു എന്നുള്ള തോന്നലാണ്. ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയിലാണ്. പിന്നെ എൻ്റെ സ്കൂളിടങ്ങളിൽ, എൻ്റെ പഠനയിടങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീകളുണ്ട്, എൻ്റെ പ്രണയിനികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം സാംശീകരിച്ച കുറേയധികം എലമെൻറ്റുകൾ ചേർന്നാണ് ഭദ്ര എന്നൊരു കഥാപാത്രം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫിക്ഷൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും ഒന്നും അത്ര വലിയ പുരോഗമനപരമായി നടന്നു തുടങ്ങുന്നത് എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. നമുക്കിപ്പോഴും നവോത്ഥാനം ഇനിയും വരേണ്ട ഒന്നിൻ്റെ പേരാണ് നവോത്ഥാനം എന്ന് ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസപരമായ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൻ്റെ പരമായിട്ടുള്ള കാര്യം, വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ നമുക്കിപ്പോഴും ഒരു വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടിയത് ഏതറ്റം വരെ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അല്ലെങ്കിൽ വേറെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെങ്കിൽ കൂടി അങ്ങനെ അസ്വാതന്ത്ര്യം എന്നൊരു സാധനം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ ഇങ്ങനെ വല്ലാണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ട അനവധി സ്ത്രീകളിൽ അവർ ചിലപ്പോൾ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ടായിരിക്കാം, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ വീടുകളിൽ താമസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ മനുഷ്യൻ ഇപ്പം ഞാൻ അത് വളരെ സിമ്പിളായിട്ട് അതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ, എന്തൊരു കാര്യത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിൽ വല്ലാണ്ട് വ്യാകുലതപ്പെടുകയും എനിക്കത് ആ ഒരു കണ്ടീഷനെ ബ്രേക്ക് ചെയ്യണമെന്നിരിക്കട്ടെ, ഞാൻ ഉറപ്പായിട്ടും വണ്ടി എടുത്ത് പുറത്തു പോകും. ഞാൻ വണ്ടി എടുത്ത് പുറത്തു പോകും, അല്ലെങ്കിൽ ദീർഘദൂരം ഞാൻ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എവിടെ ഉണ്ടോ അവിടെ ഞാൻ പോയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ഞാൻ മുറി അടച്ചിട്ട് അതിനകത്തിരിക്കും. ഇത് ഒരു ആണിന് മാത്രം കിട്ടുന്ന പ്രിവിലേജായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണിന് മാത്രമായിട്ട് അവകാശപ്പെടാൻ സാധ്യമാകുന്നൊരു പ്രിവിലേജ് കിട്ടുന്നു. പക്ഷേ ഞാൻ കണ്ട സ്ത്രീകളിലൊന്നും അങ്ങനെ ഒരു പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഇപ്പം മൂഡ് സിൻസ് എന്നൊക്കെ പറഞ്ഞ് പല വേർഡുകൾ തന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ട സ്ത്രീകൾക്കൊന്നും അങ്ങനെ ഒരു ഒന്ന് പുറത്തിറങ്ങി പോകാൻ അവരുടേതായിട്ടുള്ളൊരു സങ്കടത്തെയോ അല്ലെങ്കിൽ വിഷമത്തെയോ ഫ്രസ്ട്രേഷനെ പോലും തീർക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ മറ്റെന്തിനൊക്കെ വേണ്ടി സഫർ ചെയ്യുകയും അവർ അതിലേക്ക് മാത്രമായി ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു സ്ത്രീയുടെ പ്രശ്നം യാഥാർത്ഥ്യ ബോധത്തിൽ എന്താണെന്നുള്ളത്, അപ്പോൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവനെ മനഃശാസ്ത്രപരമായി കൂടി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. അതിപ്പം നമ്മൾ വയ്ക്കും. ഞാൻ പലപ്പോഴും ഞാൻ ഭദ്ര എന്നൊരു സ്ത്രീയെ കണ്ടിട്ടില്ല. ഭദ്ര അനുഭവിച്ച ഒരു മാനസിക വ്യതയുള്ള, പക്ഷേ ഭദ്ര അനുഭവിച്ച പല മാനസിക വ്യതയുള്ള അനേകം സ്ത്രീകളെ കണ്ടുണ്ട്. ഭദ്ര കടന്നു വരുന്ന കുറേ പേസ് ഉണ്ട്. ഭദ്ര ഇങ്ങനെ വിഷ്ണുവിൻ്റെ അവിരാമത്തിലെ കഥാപാത്രമാണ് ഭദ്ര. വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ശരത്തുണ്ട്, രാജിയുണ്ട്, ഭദ്രയുണ്ട്, രഘുവുണ്ട്. ഇതിൽ ഭദ്ര അനുഭവിച്ചു വരുന്ന കുറച്ച് ഓരോ ഘട്ടങ്ങളുണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരു ഘട്ടം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കൃത്യസമയത്ത് കല്യാണം കഴിഞ്ഞു പോയി ഒരു ദാമ്പത്യ ജീവിതമൊക്കെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ ഇപ്പോൾ പോകുന്ന പെൺകുട്ടികൾ ഉറപ്പായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. എനിക്കത് പറയാൻ സാധിക്കും, അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴും വിഷ്ണു പറയുന്നത്, വിഷ്ണു കണ്ടുവന്ന നല്ല സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും എന്ന് വിഷ്ണു ആലോചിച്ചപ്പോഴാണ് ഇതൊന്നും ഈ വിഷ്ണു പറയുന്ന പ്രിവിലേജുകളും സ്വാതന്ത്ര്യമൊന്നും കിട്ടാത്ത പെൺകുട്ടികളുണ്ട്, അതിൽ നിന്നൊക്കെയാണ് വന്നത് എന്ന്.
അപ്പോഴും എവിടെയെങ്കിലും വിഷ്ണു കൺമുന്നിൽ ഭദ്രയെ പോലെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഭദ്രയുടെ എല്ലാ ഇതും അനുഭവിച്ചു പോകുന്ന ഒരാൾ എന്നല്ല, ഭദ്രയുടെ ഏതെങ്കിലും ഒരു അനുഭവം ആരെങ്കിലും കൂട്ടുകാരികളോ അല്ലെങ്കിൽ അറിയാവുന്നവരോ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ വിഷ്ണുവിനോട്? അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് ഒരു നല്ലതാണോ മോശമാണോ എന്നുള്ളതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വിവാഹം കൃത്യമായൊരു ഉടമ്പടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി എന്ന് പറയുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇത്ര സ്വത്തും കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനും ഞങ്ങൾ ഇന്നു മുതൽ നിയമപരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള പൊതുവായ പ്രസ്താവനയൊക്കെയാണ് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കുറ്റം പറയാൻ വേണ്ടി ആളുകളെ വിളിച്ചു വിടുന്ന ഒരു ചടങ്ങ് മാത്രം വിവാഹം. അപ്പം ചോദിക്കും, വിവാഹം എന്ന് പറയുന്ന അങ്ങനെ വേണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടാവും? ഈ വിവാഹത്തിലൂടെ എത്ര പേര് പരസ്പരം മനസ്സിലാക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട. ഞാൻ കണ്ട ബഹുഭൂരിപക്ഷം സ്ത്രീകൾ, ഞാൻ കണ്ടതും ഞാൻ സഹവസിച്ചിട്ടുള്ളതായ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഈ ഭദ്രയുടെ പല തരത്തിലുള്ള മാൻമറിസങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഞാൻ പലപ്പോഴും ഭദ്രയിൽ കണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങളിനകത്ത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരി അവൾ വളരെ മനോഹരമായി കാര്യങ്ങളെ എന്ന് വെച്ചാൽ അവൾ പഠനകാര്യങ്ങളിലും എല്ലാം വളരെ ബെറ്റർ ആയിട്ട് അവൾ നല്ലൊരു പൊസിഷനിൽ എത്തുമെന്നൊക്കെ വിചാരിച്ച് ഒരു വിവാഹം കഴിഞ്ഞോടുകൂടി പിന്നെ അവൾ പിക്ചറിൽ ഇല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച പല പെൺകുട്ടികളെ എനിക്കിപ്പം എങ്ങും കാണാൻ കിട്ടുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെടുമെന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ റോഡിലൂടെയൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി നടന്നു പോകുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും അടുത്ത് അങ്ങോട്ട് മിണ്ടാറില്ല. കാര്യം അത് എൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ്. കാര്യം അവർ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ അവരെ ആ സമയത്ത് കൂടി ഞാൻ മാനസികമായി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നൊരു തോന്നലുണ്ടാകും. ഞാൻ അവിടുന്ന് പിൻവാങ്ങുകയും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കണ്ട സ്ത്രീകളിൽ ഭദ്രയുടെ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടെ ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ കുറച്ച് അഡ്രസ്സ് ചെയ്യും. അതായത് വീട്ടിൽ പ്രശ്നമാണ്, അങ്ങ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ്, ഇടങ്ങളുണ്ട്, കുറച്ചുകൂടെ പറയാൻ ഞങ്ങൾക്ക് കുറച്ച് സ്പേസുകൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ സ്പേസ് എന്ന് പറയുന്നത് ഈ കുട്ടിയാവുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഗർഭം ധരിച്ച് കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എത്രയൊക്കെ പ്രഷർ ബെൽറ്റ് ഉണ്ടായാലും ഈ കുട്ടി എന്ന് പറയുന്ന ഒരു ഒറ്റ ബിന്ദുവിൽ ഇങ്ങനെ കേന്ദ്രീകരിക്കും. കുഞ്ഞിൻ്റെ ഭാവി, കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ പറയും. ഇത് പറയുന്നുണ്ട്, പണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു ഘട്ടം വരെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും അവരുടെ നിയന്ത്രണത്തിലും, അത് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലും, പിന്നീട് വയസ്സാകുമ്പോഴത്തേക്കും മക്കളുടെ നിയന്ത്രണത്തിലേക്കും ചേക്കേറി പോകുന്നൊരു വിഭാഗമായിട്ട് പലപ്പോഴും സ്ത്രീകൾ. ഇപ്പം സ്ത്രീപക്ഷം എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ ആ രീതിയിൽ കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ വിദ്യാഭ്യാസം, ഈ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം, സാമൂഹിക വിദ്യാഭ്യാസം കുറച്ചും കൂടെ നന്നായിട്ട് ലഭിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്നത് നീതുവിന് എല്ലായിടത്തും കാണാൻ പറ്റും. അതായത് നമ്മൾ പോകുന്ന ഒരു ബസ്സിൽ പറ്റും. അതാണ് നമുക്ക് ഭദ്രയുടെ പൂർണ്ണമായിട്ടുള്ളതല്ല, ഭദ്രയുടെ പല അംശങ്ങളിലും എല്ലാ സ്ത്രീകളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭദ്ര അനുഭവിച്ചു വന്ന ചില കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചിലപ്പം പാത്രം എടുക്കാതെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എന്നെ അത് തിരിച്ചു വിളിച്ച് ആ പാത്രം എടുക്കാൻ എൻ്റെ മനസ്സ് കൊണ്ടുവരുന്നുണ്ട്. കാര്യം ഞാൻ അങ്ങനെ ഒരു കാര്യം എഴുതുമ്പം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നീതി പുലർത്തുന്ന ആളായിരിക്കണമല്ലോ ഞാനെന്ന് പറയുന്ന വ്യക്തി. അപ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളങ്ങനെ വലിയ രീതിയിൽ സ്ത്രീകളെ നവോത്ഥാനവൽക്കരിക്കുക, അവർക്ക് ഈ ഫ്രീഡം കൊടുക്കുക. എനിക്ക് പലപ്പോഴും ചിരി വരുന്നൊരു വാക്കാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്താണ് വളരെ, ആ വാക്ക് തന്നെ ഏറ്റവും വലിയ ഈ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കാണ്. ഞാൻ ഫ്രീഡം കൊടുക്കുന്നു. നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീഡം കൊടുക്കുക അതല്ല, വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര പെൺകുട്ടികളെന്ന് പറയും. നമ്മുടെ ഇടങ്ങളിൽ വിദ്യാഭ്യാസം, ഞാൻ ഈ തുല്യതയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. തുല്യതയ്ക്ക് വേണ്ടി തുല്യതയുടെ സാക്ഷരതാ മിഷൻ്റെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അവിടെ ഞാനൊരു സംഭവം പറയാം. അവിടെ എനിക്ക് 78 വയസ്സുള്ള സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, പ്ലസ് ടുവിന്. 78 വയസ്സുള്ള ഒരു അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിക്കാൻ. ആ അമ്മ തൻ്റെ 19ാമത്തെ വയസ്സിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരാളുമായിട്ട് ഒളിച്ചോടി പോവുകയാണ്. 10ാം ക്ലാസ്, അതായത് ആ സമയത്ത് 73 10ാം ക്ലാസ് പാസ്സായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്, ഒരാളോട് ഒളിച്ചോടി പോവുകയാണ്. ചിലപ്പോൾ സഹോദരൻ ചെയ്ത കാര്യം 10ലെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തു, കത്തിച്ചു. പിന്നെ ഇവർക്ക് നാഗാലാൻഡിൽ പോയി അവിടെയൊക്കെ താമസമാക്കി 2 മക്കളൊക്കെ സർവീസ് കയറി. ഒരു ഘട്ടത്തിൽ ഇവർക്കൊരു 72 വയസ്സായ സമയത്ത് ഈ സഹോദരൻ മരണപ്പെട്ട സമയത്ത് സഹോദരൻ മരണപ്പെട്ടു. ഇവർ പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരൻ്റെ മകള് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പഴയ റങ്കുവെട്ടി എന്ന് പറയും, റങ്കുവെട്ടിക്കകത്ത് എടുത്തുകൊണ്ടിട്ട് ഇവരെ കത്തിച്ചു എന്ന് പറയുന്ന 10ലെ സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കുകയാണ്, ഈ അമ്മയ്ക്ക് തിരികെ കൊടുക്കുകയാണ്. ഈ അമ്മയ്ക്ക് ആ 10ലെ സർട്ടിഫിക്കറ്റ് 72ാം വയസ്സിലെ 10ലെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയ സമയത്ത് ഇവർക്ക് വീണ്ടും പഠിക്കണം എന്നൊരാഗ്രഹം വരികയാണ്. അവരതിനെ പ്ലസ് ടുവിൻ്റെ തുല്യതാ പരീക്ഷയ്ക്ക് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ അതേ റിവെഞ്ച് ആയിരുന്നു. അത് പിന്നീട് അവർ അടുക്കുന്നു, സംസാരിക്കുന്നു, അവരെ എല്ലാത്തരം മാറ്റങ്ങളുണ്ടാകുന്നു. പക്ഷെ ആ പുരുഷൻ അവിടെ ആ സാധനത്തെ താൻ കത്തിച്ചു കളഞ്ഞു, ഇനി ആ വാക്ക് മാറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ തൻ്റെ ഒരു അധികാരം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ആ 74ാം വയസ്സിൽ ആ അമ്മ
എൻ്റെ ക്ലാസ് മുറി പഠിക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. +2 ഒരു നല്ല സൂപ്പറായിട്ട് മാസം അവർ പുസ്തകം വായിക്കുന്ന സ്ത്രീയാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ എത്ര കാലഘട്ടങ്ങൾ മാറിയാലും ഈ ആ ഒരു ആധിപത്യത്തിൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ധാർഷ്ട്യം അതാണ് അല്ലെ എക്സാക്ട് വാക്ക്. ധാർഷ്ട്യം ഇങ്ങനെ അതിൻ്റെ ഒരു വലിയൊരു പന്തലിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാര്യം അത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.